ഹലോ ഫ്രണ്ട്സ്, ദേവസ്തുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കന്ദഷഷ്ഠി വ്രതത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുലാമാസത്തിലെ വെളുത്ത പക്ഷഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായിട്ട് ആചരിക്കുന്നത്. സന്താന അഭിവൃദ്ധിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും രോഗശാന്തിക്കും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഈ വർഷം സ്കന്ദഷഷ്ഠി ഉത്തമമാണ്. ഉമാമഹേശ്വരന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുര നിഗ്രഹത്തിന് ശേഷം ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്ത് മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി. എപ്പോൾ സ്കന്ദനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതീദേവിയും തുടർച്ചയായി 6 ദിവസം വ്രതമനുഷ്ഠിക്കുകയും ശൂരപത്മാസുരന്റെ മായയെ അതിജീവിച്ച സുബ്രഹ്മണ്യൻ തുലാമാസത്തിലെ ഷഷ്ഠി ദിനത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു. അതിനാലാണ് തുലാമാസത്തിലെ ഷഷ്ഠി സ്കന്ദഷഷ്ഠി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷടാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ആചര്യവീരം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാഭിവന്ദ്യം ഏണാംഗഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഈ സുബ്രഹ്മണ്യ സ്തുതി ആലപിക്കുന്നതും സ്കന്ദഷഷ്ഠി ദിനത്തിൽ വളരെ നല്ലതാണ്.